രാമനാട്ടുകരയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു വാപ്പ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ പ്രസംഗിക്കണ ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞു അതെ. എൻ്റെ പൊന്നുസ്താദ്, നിങ്ങൾ വയത് പറയുമ്പോൾ ഒരു കാര്യം പറയണം. ആ വാപ്പ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. അപ്പോൾ അദ്ദേഹം നടന്നാ പോകുന്ന, പ്രതിഫലം കൂടുതലാണെന്ന് ഞങ്ങൾക്ക് പ്രസംഗിക്കേണ്ടത്, എന്താ ഇപ്പം നടന്നാ പോവാ. ഈ വാപ്പ നടന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ച് ഉംറയുടെ കൂലി കിട്ടാൻ വേണ്ടി കുറച്ചു നേരം അവിടെ ഇരുന്ന് ദിക്റും ദുആയൊക്കെ പറഞ്ഞിട്ട് ഈ പാവം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വീട്ടിൽ വരുന്നേ. അപ്പം അദ്ദേഹം നടന്ന് ക്ഷീണിച്ച് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഡി തിരിച്ചായ തരാം. അപ്പോൾ ഓള് പറയുക, ഞാൻ മജ്‌ലിസിലിരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രാവിലെ 3-4 മണിക്ക് എഴുന്നേറ്റ് നടന്ന് പള്ളിയിൽ പോയി സുബഹി നിസ്കരിച്ച, പള്ളിയിലിരുന്ന് ഖുർആൻ ഓതി ദിക്റ് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ച് ഉംറ ചെയ്ത പ്രതിഫലവും വാങ്ങിച്ചിട്ട് ക്ഷീണിച്ച് വീട്ടിൽ കയറി വന്ന ഭർത്താവ് വെള്ളം ചോദിച്ചപ്പോൾ ഭാര്യ പറയുന്നു, എന്ത് എവിടെ ഇരിക്കാന്ന്? ഞാൻ വഴുത് കേട്ടോണ്ടിരിക്കാന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് എന്ത് വഴുതാണെന്ന് എനിക്ക് തിരിയാതെ, അതെന്ത് വഴുതാണെന്ന് അത്രത്തോളം അങ്ങനെ ഒന്നും വഴുത് വെക്കാൻ ആരും പഠിച്ചിട്ടില്ല. നീ ചെയ്യാനുള്ളത് നീ ചെയ്യ്. നിന്റെ ഭർത്താവിനോടുള്ള കടമകളും ബാധ്യതകളും പാലിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.